ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് ചോറിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു യെല്ലോ കളറുള്ള മീൻ കറിയില്ലേ, അതിൻ്റെ റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. അതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതിൻ്റെ കൂടെയുള്ള ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമ്മുടെ മീൻ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാറിൽ ഒരു കപ്പ് തൈര് ചേർക്കാണ്. 200 ml ഒരു കപ്പാണിത്. ഓക്കെ, അപ്പോൾ ഈ തൈര് ചേർത്തതിന് ശേഷം നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് ജസ്റ്റ് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതാണ്. നല്ല ഹീപ്പായിട്ടുള്ള ടേബിൾ സ്പൂൺ തന്നെയാണ് ചേർത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചു കൊടുക്കാം. നല്ല ഒരു സ്മൂത്തായിട്ട് ഈ ഒരു അരപ്പിന് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നോർമലി നമ്മൾ മീൻ കറി വെക്കുന്ന ഒരു ചട്ടിയിലോട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ചധികം ഓയിൽ തന്നെ ചേർക്കുന്നുണ്ട്, കാരണം ഇത് കറിയുടെ മുകളിൽ അവസാനം ഇങ്ങനെ നന്നായിട്ട് തെളിഞ്ഞ് വരും. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവയുടെ സീഡ്സ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അത് നന്നായിട്ടൊന്ന് പൊട്ടി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ നമ്മുടെ അനിയൻസ് ചോപ്പ് ചെയ്ത് ചേർക്കാം. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുള്ളിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഈ ഒരു അനിയൻസിനെ എന്ത് ചെയ്യണം, ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഓക്കെ, അനിയൻസ് ഇതുപോലെ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റുന്നത് കൊണ്ട് നമ്മുടെ കറിയിൽ നല്ല ഫ്ലേവറും നല്ല സ്മെല്ലും കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഇത് ചെറുതായിട്ട് അതൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ആ ഒരു സൈഡ് ഭാഗത്ത് നിന്നും ആ ഒരു ബ്രൗൺ കളർ നമ്മൾ കണ്ടു തുടങ്ങുമ്പോഴാണ് നമ്മളിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു 5 മുതൽ 10 കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു ടേബിൾ സ്പൂണും കൂടെ അനിയൻസ് ചേർക്കുന്നുണ്ട്. ഇങ്ങനെ ചേർക്കുന്നത് കൊണ്ട് കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള അനിയൻസും കൂടെ നമുക്ക് കറിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഓക്കെ, ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ വെള്ളം നമുക്ക് ചേർക്കാം. ഇത് എത്രത്തോളം ലൂസായിട്ടുള്ള കറി നമുക്ക് വേണോ അത്രയും വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് ഇപ്പോൾ ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ട് തിളപ്പിക്കാം. നമ്മൾ നാട്ടിലുള്ള പോലെയുള്ള ഒരു ലൂസായിട്ടുള്ള തൈരാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് നന്നായിട്ട് കുറച്ച് കൊടുക്കാം. കാരണം ആ തൈരിൽ തന്നെ നന്നായിട്ട് ലിക്വിഡ് ഉണ്ടാവും അല്ലേ. നമ്മൾ കട്ടിയുള്ള തൈരാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അധികം വെള്ളം യൂസ് ചെയ്യാം. എനിക്കിവിടെ കുറച്ച് തിക്കായിട്ടുള്ള കറിയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല, ജസ്റ്റ് കുറച്ച് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതായത് നന്നായിട്ട് തിളച്ചതിൽ നെയ്യൊക്കെ പൊങ്ങി വന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ ഒക്കെ ചേർത്തതുകൊണ്ട് തന്നെ തൈര് പിരിഞ്ഞു പോവില്ല. ഒന്ന് ജസ്റ്റ് ഫ്ലെയിം ചെറുതായതിന് ശേഷം ഇത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാൻ മിക്സിയുടെ ജാറും കൂടെ ഒന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കാം, എന്നിട്ട് കറിനെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അല്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള തക്കാളി കൂടെ ചേർക്കുകയാണ്. ഞാൻ യൂസ് ചെയ്ത തൈര് അത്രയും പുളി കുറവുള്ള തൈരായതുകൊണ്ട് തന്നെ ഞാൻ ഒരു മുഴുവൻ തക്കാളി ഇവിടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നാട്ടിലുള്ള ആൾക്കാരാണ് അവിടെയുള്ള പുളിയുള്ള തൈരാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു തക്കാളിയുടെ പകുതി ഭാഗം മാത്രം യൂസ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് ഇനി ഈ ഒരു തക്കാളിയൊക്കെ കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ കറി നന്നായിട്ടൊന്ന് ബ്ലെൻഡായി കുറച്ചുകൂടി ലൂസായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിവിടെ 1 മുതൽ 2 മിനിറ്റ് വരെ നമുക്കിവിടെ ഇങ്ങനെ തിളപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് വേണ്ട മുളക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 2-3 നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2-3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുപോലെ കുറച്ചും കൂടെ സ്പൈസി ആയിട്ട് കിട്ടാനായിട്ട് ഒരു 3-4 കാന്താരികളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാന്താരി വേണമെങ്കിൽ മാത്രമേ ചേർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മീൻ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീനും യൂസ് ചെയ്യാം. ഞാനിവിടെ നത്തോലിയാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു 6-7 അതുപോലെ ഒരു 10 വരെ ഫിഷ് നമുക്ക് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇനി മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ അധികം ഇളക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ മീൻ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരു മീൻ കുക്കാവുന്നത് വരെ ഒരു ലോ ടു മീഡിയം ഹീറ്റിൽ നമുക്കിട്ടിട്ട് ഈ കറി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ മാത്രം മതിയാവും, കാരണം നമ്മുടെ നത്തോലി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ഏത് മീനാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് അതിൻ്റെ കുക്കിംഗ് ടൈമിൽ ചെറിയ മാറ്റം ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മീൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്.
അതിലോട്ട് കുറച്ച് മല്ലിയില, ഏകദേശം 1 ടേബിൾ സ്പൂണോളം മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമ്മളൊരു 5 മുതൽ 10 മിനിറ്റ് വരെ ഈ കറി ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും കറി കുറച്ചും കൂടെ നല്ല തിക്കായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മളിതാ ഓയിലൊക്കെ കറിയുടെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നാളെ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം.